ഏറ്റവും നല്ല കോഴ്സ് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അലയൻസിൽ എത്തിപ്പെട്ടത്. കാരണം ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപേക്ഷിച്ച് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും വേ ഓഫ് ഇൻട്രാക്ഷൻ എനിക്ക് കംഫർട്ടബിൾ ആണ്. അലയൻസ് പ്രൊവൈഡ് ചെയ്ത് നമുക്കൊരു സെഷൻ ഉണ്ട്. എക്സാം 2 weeks മുമ്പായിട്ട് ഒരു മിഷൻ ഡ്രീം പോസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അലയൻസിന്റെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഈവനിങ് 5 to 10 അലയൻസ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമ്മളുടെ മെന്റേഴ്സും നമ്മൾ സ്റ്റുഡൻസ് ഇവിടെ നിന്ന് പഠിക്കുമായിരിക്കും. അത് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രഷർ ഫ്രീ ആയിട്ടുള്ള ടൈമാണത്. പ്രൈമറി സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് മാത്രം തന്നെയാണ് എനിക്ക് IIM കോഴിക്കോട് ബാക്ക് വാട്ടേഴ്സ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. അവിടെ അഡ്മിഷൻ കിട്ടുക എന്നുള്ള ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ 3 ദിവസം അവിടുത്തെ സ്റ്റുഡൻസിനെ പോലെ ഫുൾ ഫ്രീഡം ആയിട്ട് നടന്നത്. അതൊക്കെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അലയൻസ് വെറും സ്റ്റഡീസ് മാത്രമല്ല, അവർ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി കൺസേൺഡ് ആണ്. ഹായ്, എൻ്റെ പേര് ആസിം മാലിക്. ഞാൻ അലയൻസ് കൊച്ചിയിലെ ACCA പ്രൈം പ്ലസ് സ്റ്റുഡന്റ് ആണ്. ഞാനിപ്പോൾ FM പേപ്പർ ആണ് ചെയ്യുന്നത് ഇവിടെ. ഞാൻ ശരിക്കും +2 ബയോളജി സയൻസ് ആയിരുന്നു എടുത്തത്. ഞാൻ ബയോളജി എടുത്തതിന്റെ കാരണം എൻ്റെ വീട്ടിൽ നിർബന്ധപ്രകാരം കൊണ്ടാണ്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ എത്തിയത്. അങ്ങനെ ACCയെ കുറിച്ച് റിസർച്ച് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണെന്നും ഭയങ്കര ഫ്ലെക്സിബിൾ ആണെന്നുള്ള കാര്യം, പിന്നെ ഭയങ്കരമായിട്ട് ഫ്യൂച്ചറിൽ ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു കോഴ്സാണെന്ന് മനസ്സിലായത്. എൻ്റെ ഡ്രീമാണ് പുറത്ത് പോയി സെറ്റിൽ ആവുക, അവിടെ നല്ല മാനേജ്മെന്റ് ജോലിയൊക്കെ കിട്ടുക, നല്ലൊരു പൊസിഷനിൽ എത്തുക എന്നുള്ളത്. ഇതെല്ലാം എനിക്ക് ACCയിലൂടെ എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ACC സെലക്ട് ആക്കിയത്. ഏറ്റവും നല്ല കോഴ്സ് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് ഞാൻ അലയൻസിൽ എത്തിപ്പെട്ടത്. കാരണം ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപേക്ഷിച്ച് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും വേ ഓഫ് ഇൻട്രാക്ഷൻ ഭയങ്കര എനിക്ക് കംഫർട്ടബിൾ ആയിരുന്നു. കൂടാതെ ഇവിടുത്തെ ഫാക്കൽറ്റീസും മെൻറ്റേഴ്സ് ആണെങ്കിലും നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വന്നപ്പോഴും ക്ലാസ് തുടങ്ങിയ സമയത്താണ് നമ്മളെ കുറേ മോട്ടിവേറ്റ് ചെയ്തതും ഈ കോഴ്സിൻ്റെ കുറച്ച് പ്രോസ് ആൻഡ് കോൺസും പറഞ്ഞു തന്നതും നമുക്കൊരു സ്ട്രക്ചർഡ് ആയിട്ടൊരു ഐഡിയ പറഞ്ഞു തന്നു ഇതിനെക്കുറിച്ച് എന്തോരം നമ്മൾ ഏത് ലെവൽ വരെ എത്തിക്കും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ അലയൻസിൽ ഇവിടെ ACC സെലക്ട് ആക്കിയതും ഇവിടെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ ഓൺലൈൻ എടുക്കാണ്ട് ഓഫ്ലൈൻ എടുത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഡെയിലി ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കാൻ പറ്റും. ഈ ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കുമ്പോൾ നമ്മളോട് എപ്പോഴും ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യാനും പഠിപ്പിക്കാനും പറഞ്ഞു തരാനും ഇവർ നമ്മുടെ കൂടെ ഉണ്ട്. അത് നമുക്ക് ഭയങ്കര മോട്ടിവേഷൻ ആണ്. എക്സാം പാസ്സാവാനും ഇവരുടെ കൂടെ ഇരുന്ന് അടുത്ത സെഷനിൽ ഇരിക്കാനും. കൂടാതെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമുക്ക് എന്നും എപ്പോഴും സംശയം ചോദിച്ചാലും പറഞ്ഞു തരും. എത്ര വട്ടം ചോദിച്ചാലും ഒരു ദേഷ്യം ഇല്ലാണ്ട് നമ്മളടുത്ത് പറഞ്ഞു തരും. അത് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് ആണ് ഇവിടുത്തെ ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ. കൂടാതെ അലയൻസ് പ്രൊവൈഡ് ചെയ്ത് നമുക്കൊരു സെഷൻ ഉണ്ട്. എക്സാം 2 weeks മുമ്പായിട്ട് ഒരു മിഷൻ ഡ്രീം പോസിബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് അലയൻസിന്റെ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഈവനിങ് 5 to 10 അലയൻസ് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമ്മളുടെ മെൻറ്റേഴ്സും നമ്മൾ സ്റ്റുഡൻസ് ഇവിടെ നിന്ന് പഠിക്കുമായിരിക്കും. അത് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രഷർ ഫ്രീ ആയിട്ടുള്ള ടൈമാണത്. എന്തായാലും എക്സാമിൻ്റെ ടൈമിൽ നമുക്ക് ഭയങ്കര പ്രഷർ ആയിരിക്കുമല്ലോ. ഇവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് അത് തോന്നുകയില്ല. സംശയം ചോദിക്കാൻ മെൻറ്റേഴ്സ് ഉണ്ട്, കൂടെ നിന്ന് പഠിക്കാൻ സ്റ്റുഡൻസ് ഉണ്ട്. ഭയങ്കര ഹെൽപ്ഫുൾ ആണത്. പഠിച്ച് മുന്നേറാനായിട്ട് ഇവിടെ ഈ ഡ്രീം പോസിബിൾ എന്ന പ്രോഗ്രാം നമ്മൾ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇവിടുത്തെ വേറൊരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടുത്തെ പ്രൈമറി സ്റ്റുഡന്റ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. പഠിത്തം മാത്രമല്ലല്ലോ, നമുക്ക് വെറുതെ പഠിച്ച ACCA പേപ്പേഴ്സ് ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി കിട്ടണ്ടാവില്ല. ഈ ജോലി കിട്ടുന്ന നമുക്ക് ഭയങ്കരമായിട്ട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. പ്രൈമറി സ്റ്റുഡന്റ് ആയതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട്. കൂടാതെ അലയൻസ് വെറും സ്റ്റഡീസ് മാത്രമല്ല, അവർ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി കൺസേൺഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് പ്രൈം പ്ലസ് സ്റ്റുഡൻസിന് അവർ വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് ITR ഫയലിംഗ്, GST ഫയലിംഗ്, ഫണ്ടമെന്റൽ സ്റ്റോക്കിന്റെ ക്ലാസ്സസ്, ഇംഗ്ലീഷ് ക്ലാസ്സസ് എക്സെട്ര. ഇതൊക്കെ നമ്മുടെ സോഫ്റ്റ് സ്കില്ല് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ജോലിക്ക് കയറാൻ നമ്മളടുത്ത് ചോദിക്കുന്നത് 13 എപ്പോഴും ക്ലിയർ ചെയ്തോന്നായിരിക്കില്ല, നമ്മുടെ കയ്യിൽ എന്തൊക്കെ സ്കിൽസ് ഉണ്ടെന്നാണ്. ഇതൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാം വഴി നമ്മുടെ കിട്ടും. ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. കൂടാതെ ഈ ഒരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് മാത്രം തന്നെയാണ് എനിക്ക് IIM കോഴിക്കോട് ബാക്ക് വാട്ടേഴ്സ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ഫസ്റ്റ് ടൈം IIMൽ ചെന്നപ്പോൾ തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എന്താ സംഭവിക്കാൻ പോകുന്നതെന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട്. അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ആംബിയൻസും എൻവയോൺമെന്റും എൻറ്റയർ ഡിഫറെൻ്റ് ആയിരുന്നു. നമുക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് അവിടുത്തെ സ്റ്റുഡൻസ് അവർ തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നതും അവരുടെ പ്രസന്റേഷൻ സ്കിൽസും പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ നമുക്ക് ഭയങ്കര പ്രചോദനമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുകൂടാണ്ട് അവിടെ അഡ്മിഷൻ കിട്ടുക എന്നുള്ള ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ 3 ദിവസം അവിടുത്തെ സ്റ്റുഡൻസിനെ പോലെ ഫുൾ ഫ്രീഡം ആയിട്ട് നടന്നത്. അതൊക്കെ ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അവിടുത്തെ ഈവൻറ്റ്സ് ഭയങ്കര ഇമ്പാക്ട്ഫുള്ളും എഫക്റ്റീവും ആയിരുന്നു. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ എന്ന് പറഞ്ഞാൽ സന്ദീപ് കോച്ചയുടെ ഒരു സ്പീക്കർ സെഷൻ ഉണ്ടായിരുന്നു. അതിൽ സാർ നമ്മുടെ അടുത്ത് നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഏത് പോയിന്റ് ഓഫ് വ്യൂവിൽ കാണണം, ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു പ്രശ്നം കാണുന്നുള്ള, അത് റിയൽ ലൈഫിലും വർക്ക് ലൈഫിലും സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു. കാരണം സിമ്പത്തറ്റിക് ആയിട്ടാണ്, എമ്പത്തറ്റിക് ആയിട്ടാണ് നമ്മളൊരു കാര്യം വരുമ്പോൾ ഫേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഒന്ന് ചിന്തിക്കണം എന്നുള്ള കാര്യം. അതുകൊണ്ടാണ് എനിക്ക് ആ സെഷൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് IIM പോയപ്പോൾ എനിക്ക് കുറച്ചുകൂടി കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള എന്താ ചെയ്യേണ്ടത് ഐഡിയ എനിക്ക് സ്ട്രെങ്തൻ ആയി. പിന്നെ എൻ്റെ വീക്ക് പോയിന്റ് കണ്ടെത്താൻ പറ്റി, അത് സ്ട്രെങ്തൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ IIMൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.